ഇന്ന് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒന്നാം ലോക മഹായുദ്ധം പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് രണ്ടാം ലോക മഹായുദ്ധമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1939 മുതൽ 1945 വരെയായിരുന്നു. നോട്ട് ചെയ്യുക, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം 1939 മുതൽ 1945 വരെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കാനുണ്ടായ പ്രധാന കാരണം, പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ്. ഇതിനെ തുടർന്ന് സഖ്യശക്തികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രണ്ട് ശാക്തിക ചേരികളാണ് സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രണ്ട് ശാക്തിക ചേരികളാണ് സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും. അപ്പോൾ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും തമ്മിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. ഓക്കെ, അച്ചുതണ്ട് ശക്തികളും സഖ്യകക്ഷികളും തമ്മിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നിവരായിരുന്നു അച്ചുതണ്ട് ശക്തികൾ. സഖ്യകക്ഷികളിലെ പ്രമുഖർ പഞ്ചമഹാശക്തികൾ എന്നറിയപ്പെടുന്ന USA, USSR, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവരായിരുന്നു. സഖ്യശക്തികളിലെ പ്രമുഖർ പഞ്ചമഹാശക്തികളായിരുന്നു. ആരൊക്കെയാണ്? USSR, USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ഓക്കെ, അപ്പോൾ സഖ്യകക്ഷികളും സഖ്യശക്തികളും അച്ചുതണ്ട് ശക്തികളും തമ്മിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ചെക്കോസ്ലോവാക്യയുടെ പശ്ചിമ ഭാഗത്തുള്ള ഏത് സ്ഥലത്തിന്മേലാണ് ഹിറ്റ്ലർ അവകാശവാദം ഉന്നയിച്ചത്? ചെക്കോസ്ലോവാക്യയുടെ പശ്ചിമ ഭാഗത്തുള്ള ഏത് സ്ഥലത്തിന്മേലാണ് ഹിറ്റ്ലർ അവകാശവാദം ഉന്നയിച്ചത്? ഏത് സ്ഥലത്തിലാണ്? സുഡറ്റൻലാൻഡ്. ഏത് സ്ഥലത്തിന്മേലാണ്? സുഡറ്റൻലാൻഡ്. ചെക്കോസ്ലോവാക്യയുടെ പശ്ചിമ ഭാഗത്തുള്ള സുഡറ്റൻലാൻഡിന് മേലാണ് ഹിറ്റ്ലർ അവകാശവാദം ഉന്നയിച്ചത്. 1938 മ്യൂണിക് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് ലഭിച്ച ചെക്കോസ്ലോവാക്യയിലെ പ്രദേശമാണ് ഏത്? സുഡറ്റൻലാൻഡ്. 1938 മ്യൂണിക് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് ലഭിച്ച ചെക്കോസ്ലോവാക്യയിലെ പ്രദേശമാണ് സുഡറ്റൻലാൻഡ്. 1938 മ്യൂണിക് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് ലഭിച്ച ചെക്കോസ്ലോവാക്യയിലെ പ്രദേശമാണ് സുഡറ്റൻലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി. ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി. മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം ഏതാണ്? 1938. മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938 ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് മ്യൂണിക് ഉടമ്പടിയാണ്. നെക്സ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രണ്ട് ശാക്തിക ചേരികളാണ് സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും. അതുപോലെ അച്ചുതണ്ട് ശക്തികൾ ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ് അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്നത്. സഖ്യശക്തികൾ, അതായത് പഞ്ചമഹാശക്തികൾ ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്. സഖ്യശക്തികൾ ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, USSR, USA. സഖ്യശക്തികൾ അല്ലെങ്കിൽ പഞ്ചമഹാശക്തികൾ ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, USSR, USA. അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, USSR, USA. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നത് ഏത് കലാപമാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്പാനിഷ് കലാപമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്പാനിഷ് കലാപമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സൈനികവൽക്കരണത്തിൽ ഏറ്റവും വിജയിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം
നോട്ട് ചെയ്യുക, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സൈനികവൽക്കരണത്തിൽ ഏറ്റവും വിജയിച്ച രാജ്യം ആരാണ്? ജർമ്മനിയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സൈനികവൽക്കരണത്തിൽ ഏറ്റവും വിജയിച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി സർവ്വരാഷ്ട്ര സഖ്യത്തിൽ നിന്ന് പിന്മാറിയ വർഷം ചോദിച്ചാൽ 1933. ജർമ്മനി സർവ്വരാഷ്ട്ര സഖ്യത്തിൽ നിന്ന് പിന്മാറിയ വർഷം 1933. നെക്സ്റ്റ്, 1939 സെപ്റ്റംബർ മുതൽ 1940 ഏപ്രിൽ വരെയുള്ള കാലം അറിയപ്പെട്ടിരുന്നത് കപട യുദ്ധം എന്നാണ്. 1939 സെപ്റ്റംബർ മുതൽ 1940 ഏപ്രിൽ വരെയുള്ള കാലം അറിയപ്പെട്ടിരുന്നത് കപട യുദ്ധം എന്നാണ്. നെക്സ്റ്റ്, മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938. മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938. നമ്മൾ നേരത്തെ പറഞ്ഞു, ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി. മ്യൂണിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കളാണ് ഹിറ്റ്ലർ, മുസോളിനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചേംബർലൈൻ, ഫ്രഞ്ച് പ്രധാനമന്ത്രി ഡാലാഡിയർ. മ്യൂണിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കൾ ആരൊക്കെയാണ്? ഹിറ്റ്ലർ, മുസോളിനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചേംബർലൈൻ, ഫ്രഞ്ച് പ്രധാനമന്ത്രി ഡാലാഡിയർ. ഇവരാണ് മ്യൂണിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കൾ. ആരൊക്കെയാണ്? ഹിറ്റ്ലർ, മുസോളിനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചേംബർലൈൻ, ഫ്രഞ്ച് പ്രധാനമന്ത്രി ഡാലാഡിയർ. മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938. മ്യൂണിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കളാണ് ഹിറ്റ്ലർ, മുസോളിനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചേംബർലൈൻ, ഫ്രഞ്ച് പ്രധാനമന്ത്രി ഡാലാഡിയർ. നെക്സ്റ്റ്, റോം, ബെർലിൻ, ടോക്കിയോ എന്നറിയപ്പെടുന്നത് അച്ചുതണ്ട് ശക്തികളാണ്. റോം, ബെർലിൻ, ടോക്കിയോ എന്നറിയപ്പെടുന്നത് അച്ചുതണ്ട് ശക്തികളാണ്. നെക്സ്റ്റ്, ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ച വർഷം. ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ച വർഷം 1939 ഓഗസ്റ്റ് 24. നോട്ട് ചെയ്യുക, അനാക്രമണ സന്ധി ആരൊക്കെ തമ്മിലാണ്? ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ച വർഷം 1939 ഓഗസ്റ്റ് 24. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റൊക്കം വില കൊടുത്ത് കൊണ്ടുപോകൽ നയം പ്രഖ്യാപിച്ച രാജ്യമാണ് USA. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റൊക്കം വില കൊടുത്ത് കൊണ്ടുപോകൽ നയം, ക്യാഷ് ആൻഡ് ക്യാരി പോളിസി പ്രഖ്യാപിച്ച രാജ്യമാണ് USA. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റൊക്കം വില കൊടുത്ത് കൊണ്ടുപോകൽ നയം പ്രഖ്യാപിച്ച രാജ്യം USA ആണ്. നെക്സ്റ്റ്, വിമാനങ്ങളും ടാങ്കുകളും അന്തർവാഹിനികളും കരസൈന്യവും ഉപയോഗിച്ച് ജർമ്മനി നടത്തിയ മിന്നൽ ആക്രമണങ്ങളെ വിളിച്ചിരുന്നത് ബ്ലിറ്റ്സ് ക്രീഗ് എന്നാണ്. വിമാനങ്ങളും ടാങ്കുകളും അന്തർവാഹിനികളും കരസൈന്യവും ഉപയോഗിച്ച് ജർമ്മനി നടത്തിയ മിന്നൽ ആക്രമണങ്ങളെ വിളിച്ചിരുന്നത് ബ്ലിറ്റ്സ് ക്രീഗ് എന്നാണ്. നെക്സ്റ്റ്, അഞ്ചാം പത്തി പ്രവർത്തകർ എന്നറിയപ്പെടുന്ന ചാരന്മാരെ ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി. അഞ്ചാം പത്തി പ്രവർത്തകർ എന്നറിയപ്പെടുന്ന ചാരന്മാരെ ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി. നെക്സ്റ്റ്, ട്രോജൻ കുതിര യുദ്ധതന്ത്രം ആവിഷ്കരിച്ചത്. ട്രോജൻ കുതിര യുദ്ധതന്ത്രം എന്ന് വെച്ചാൽ കച്ചവട കപ്പലുകളിലെ ഭടന്മാരെ കൊണ്ടുപോകൽ. ട്രോജൻ കുതിര യുദ്ധതന്ത്രം ആവിഷ്കരിച്ചത് ഏത് രാജ്യമാണ്? ജർമ്മനിയാണ്. ട്രോജൻ കുതിര യുദ്ധതന്ത്രം ആവിഷ്കരിച്ചത് ജർമ്മനിയാണ്. നോട്ട് ചെയ്യുക, ട്രോജൻ കുതിര യുദ്ധതന്ത്രം ആവിഷ്കരിച്ചത് ജർമ്മനി. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ്? റെയ്നാഡ്. നോട്ട് ചെയ്യുക, റെയ്നാഡ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് റെയ്നാഡ്. പുതിയ പ്രധാനമന്ത്രിയായി വന്നത് മാർഷൽ പെറ്റേലാണ്. പുതിയ പ്രധാനമന്ത്രി ആരായിരുന്നു? മാർഷൽ പെറ്റേൽ. വിഷി എന്ന സ്ഥലത്ത് ഗവൺമെൻറ് രൂപീകരിച്ച ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്നു മാർഷൽ പെറ്റേൽ.
വിഷി എന്ന സ്ഥലത്ത് ഗവൺമെൻറ് രൂപീകരിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് മാർഷൽ പെറ്റയിൽ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രി റെയ്നാഡാണ്. ശേഷം പുതിയ പ്രധാനമന്ത്രിയായത് മാർഷൽ പെറ്റയിലാണ്. അദ്ദേഹമാണ് വിഷി എന്ന സ്ഥലത്ത് ഗവൺമെൻറ് രൂപീകരിച്ച ഫ്രഞ്ച് ഭരണാധികാരി. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ അന്തർവാഹിനി മുക്കിയ അമേരിക്കൻ കപ്പലാണ് റോബിൻ ഹുഡ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ അന്തർവാഹിനി മുക്കിയ അമേരിക്കൻ കപ്പലാണ് റോബിൻ ഹുഡ്. നോട്ട് ചെയ്യുക, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ അന്തർവാഹിനി മുക്കിയ അമേരിക്കൻ കപ്പലാണ് റോബിൻ ഹുഡ്. നെക്സ്റ്റ്, അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച വർഷം. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച വർഷം 1941 ഓഗസ്റ്റ് 14. 1941 ഓഗസ്റ്റ് 14. നോട്ട് ചെയ്യുക, ലാസ്റ്റത്തെ 41 നേരെ തിരിച്ചിടുക, ഓഗസ്റ്റ് 14. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച വർഷം 1941 ഓഗസ്റ്റ് 14 ഒപ്പുവെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽട്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലുമാണ്. അമേരിക്കൻ ചാർട്ടർ ഒപ്പുവെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽട്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലുമാണ്. അപ്പോൾ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽട്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലുമാണ്. നെക്സ്റ്റ്, 1941 അച്ചുതണ്ട് ശക്തികൾക്ക് അനുകൂലമായ ഒരു പട്ടാള ഭരണകൂടം ആരുടെ നേതൃത്വത്തിലാണ് ജപ്പാനിൽ അധികാരത്തിൽ വന്നത്? 1941 അച്ചുതണ്ട് ശക്തികൾക്ക് അനുകൂലമായ ഒരു പട്ടാള ഭരണം ആരുടെ നേതൃത്വത്തിലാണ് ജപ്പാനിൽ അധികാരത്തിൽ വന്നത്? ടോജോ. ആരുടെ നേതൃത്വത്തിലാണ്? ടോജോ. നെക്സ്റ്റ്, അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് കാരണമായത് എന്താണ്? 1941 ഡിസംബർ 7 ഹവായ് ദ്വീപിലുള്ള അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് കാരണമായത്. എന്താണ്? 1941 ഡിസംബർ 7 ഹവായ് ദ്വീപിലുള്ള അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് കാരണമായത്. നെക്സ്റ്റ്, അമേരിക്കയും ഇംഗ്ലണ്ടും ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാണ്? അമേരിക്കയും ഇംഗ്ലണ്ടും ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1941 ഡിസംബർ 8. അമേരിക്കയും ഇംഗ്ലണ്ടും ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1941 ഡിസംബർ 8. നെക്സ്റ്റ്, റഷ്യൻ അനാക്രമണ സന്ധി ലംഘിച്ചുകൊണ്ട് റഷ്യയെ ജർമ്മനി പരാജയപ്പെടുത്തിയത് എന്നാണ്? റഷ്യൻ അനാക്രമണ സന്ധി ലംഘിച്ചുകൊണ്ട് റഷ്യയെ ജർമ്മനി പരാജയപ്പെടുത്തിയത് 1941. റഷ്യൻ അനാക്രമണ സന്ധി ലംഘിച്ചുകൊണ്ട്. അപ്പോൾ അനാക്രമണ സന്ധി ഒപ്പുവെച്ച വർഷം എന്നായിരുന്നു? 1939 ഓഗസ്റ്റ് 24. അനാക്രമണ സന്ധി ലംഘിച്ചുകൊണ്ട് റഷ്യയെ ജർമ്മനി പരാജയപ്പെടുത്തിയത് 1941. നെക്സ്റ്റ്, ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ച ഇംഗ്ലീഷ് കപ്പലാണ് പ്രിൻസ് ഓഫ് വെയിൽസ്. ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ച ഇംഗ്ലീഷ് കപ്പലാണ് പ്രിൻസ് ഓഫ് വെയിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. റഷ്യൻ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ. അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽട്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് വിൻസ്റ്റൺ ചർച്ചിൽ, റഷ്യൻ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ, അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽട്ട്. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? റഷ്യയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? റഷ്യയാണ്. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യം കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തിയാണ് ഇറ്റലി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യം കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തിയാണ് ഇറ്റലി. നെക്സ്റ്റ്, 1943 ഫെബ്രുവരിയിലെ
സ്റ്റാലിൻഗ്രാഡ് പോരാട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടുത്തിയത് ജർമ്മനിയെയാണ്. 1943 ഫെബ്രുവരിയിലെ സ്റ്റാലിൻഗ്രാഡ് പോരാട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ജർമ്മനിയാണ്. നെക്സ്റ്റ്, പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ USS അരിസോണയാണ്. പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പലാണ് USS അരിസോണ. നെക്സ്റ്റ്, ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമം എന്താണ്? ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക്, നോട്ട് ചെയ്യുക, ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ബ്രിട്ടൻ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സീ ലയൺ. ഏതാണ്? ഓപ്പറേഷൻ സീ ലയൺ. ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സീ ലയൺ. ജർമ്മനിയുടെ റഷ്യൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമം എന്താണ്? ജർമ്മനിയുടെ റഷ്യൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. ഓപ്പറേഷൻ ബാർബറോസ. അപ്പോൾ ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിയാണ് ഓപ്പറേഷൻ സീ ലയൺ. ജർമ്മനിയുടെ റഷ്യൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെ വിസ്തരിച്ച സ്ഥലം ന്യൂറംബർഗ് ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ വിസ്തരിച്ച സ്ഥലം ന്യൂറംബർഗ് ആണ്. നെക്സ്റ്റ്, ഫ്യൂറർ എന്നറിയപ്പെടുന്ന നേതാവ്. ഫ്യൂറർ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഹിറ്റ്ലർ ആണ്. ഫ്യൂറർ എന്നറിയപ്പെടുന്നത് ഹിറ്റ്ലർ. ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാംഫ്. ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാംഫ്. ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാംഫ്. അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചത് എന്നാണ്? അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6-നാണ് അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചത്. 1945 ഓഗസ്റ്റ് 6-ന്. ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6-ആണ്. ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6-ആണ്. അമേരിക്ക ഹിരോഷിമയിൽ ഉപയോഗിച്ച ആറ്റം ബോംബ് ഏതാണ്? അമേരിക്ക ഹിരോഷിമയിൽ ഉപയോഗിച്ച ആറ്റം ബോംബാണ് ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ്. ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബാണ് അമേരിക്ക ഹിരോഷിമയിൽ ഉപയോഗിച്ചത്. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കൻ യുദ്ധവിമാനമാണ് എനോലാഗെ B-29. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കൻ യുദ്ധവിമാനം എനോലാഗെ B-29. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികനാണ് പോൾ W. ടിബറ്റ്സ്. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികനാണ് പോൾ W. ടിബറ്റ്സ്. അപ്പോൾ ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചത് 1945 ഓഗസ്റ്റ് 6-നാണ്. ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബാണ് അമേരിക്ക ഹിരോഷിമയിൽ ഉപയോഗിച്ചത്. നെക്സ്റ്റ്, നാഗസാക്കിയിൽ അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചത് 1945 ഓഗസ്റ്റ് 9-നാണ്. അല്ലേ? മറ്റത് ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6-നും നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9-നും. 1945 ഓഗസ്റ്റ് 9-ന്. നാഗസാക്കി ദിനം ഓഗസ്റ്റ് 9-ആണ്. ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ് നാഗസാക്കിയിൽ അമേരിക്ക പ്രയോഗിച്ചത്. ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ് നാഗസാക്കിയിൽ അമേരിക്ക പ്രയോഗിച്ചത്. ആറ്റം ബോംബ് വർഷിച്ച വൈമാനികനാണ് ചാൾസ് W. സ്വീനി. ആറ്റം ബോംബ് വർഷിച്ച വൈമാനികനാണ് ചാൾസ് W. സ്വീനി. അമേരിക്കൻ വിമാനം ഏതായിരുന്നു? ആറ്റം ബോംബ് വർഷണത്തിന് ഉപയോഗിച്ച വിമാനം ബോക്സ് കാർ. ആറ്റം ബോംബ് വർഷിച്ച വൈമാനികൻ ചാൾസ് W. സ്വീനി. അമേരിക്കൻ വിമാനം ബോക്സ് കാർ. നെക്സ്റ്റ്, അണുവികിരണത്തിൻ്റെ ദുരന്തം പേറി ജീവിക്കുന്ന ജപ്പാനിലെ മനുഷ്യരാണ് ഹിബാകുഷകൾ. അണുവികിരണത്തിൻ്റെ ദുരന്തം പേറി ജീവിക്കുന്ന ജപ്പാനിലെ മനുഷ്യരാണ് ഹിബാകുഷകൾ എന്നറിയപ്പെടുന്നത്. 1945 ഓഗസ്റ്റ് 14-ന് ജപ്പാൻ പരാജയം സമ്മതിക്കുകയും രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. 1945 ഓഗസ്റ്റ് 14-ന് ജപ്പാൻ പരാജയം സമ്മതിക്കുകയും രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യം റഷ്യയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായത് റഷ്യയ്ക്കാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയ രാജ്യമാണ് ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തിയാണ് ജപ്പാൻ.
അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യം റഷ്യയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തിയാണ് ജപ്പാൻ. നെക്സ്റ്റ്, മിസൗറി എന്ന യുദ്ധക്കപ്പലിൽ വെച്ച് ജപ്പാൻ നിരുപാധികമായി കീഴടങ്ങിക്കൊണ്ട് സന്ധിയിൽ ഒപ്പുവെച്ചത് 1945 സെപ്റ്റംബർ 2-നാണ്. മിസൗറി എന്ന യുദ്ധക്കപ്പലിൽ വെച്ച് ജപ്പാൻ നിരുപാധികമായി കീഴടങ്ങിക്കൊണ്ട് സന്ധിയിൽ ഒപ്പുവെച്ചത് 1945 സെപ്റ്റംബർ 2-നാണ്. കീഴടങ്ങിയത് 1945 മെയ് 7-നാണ്. നിരുപാധികമായി കീഴടങ്ങിയത് 1945 മെയ് 7-നാണ്. സന്ധിയിൽ ഒപ്പുവെച്ചത് 1945 സെപ്റ്റംബർ 2-നാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം എന്നറിയപ്പെടുന്നത് സ്റ്റാലിൻഗ്രാഡ് യുദ്ധമാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം എന്നറിയപ്പെടുന്നത് സ്റ്റാലിൻഗ്രാഡ് യുദ്ധമാണ്. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യം അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യം അമേരിക്കയാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജനാധിപത്യത്തിൻ്റെ ആയുധപ്പുരയായിട്ട് മാറിയ രാജ്യം ഏതാണ്? USA ആണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജനാധിപത്യത്തിൻ്റെ ആയുധപ്പുരയായിട്ട് മാറിയ രാജ്യം ചോദിച്ചാൽ ആരാണ്? USA ആണ്. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് 1951 വരെ ജപ്പാനിലെ സഹചക്രവർത്തിയായി ഭരണം നടത്തിയത് ജനറൽ മാക് ആർത്തറാണ്. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് 1951 വരെ ജപ്പാനിലെ സഹചക്രവർത്തിയായി ഭരണം നടത്തിയത് ജനറൽ മാക് ആർത്തറാണ്. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് വളർന്നു വന്ന രണ്ട് പരമോന്നത ശക്തികളാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളും. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് വളർന്നു വന്ന രണ്ട് പരമോന്നത ശക്തികളാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളും. നെക്സ്റ്റ്, സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളും തമ്മിൽ നടന്ന സമാധാനത്തിലെ യുദ്ധമാണ് ശീതസമരം. സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളും തമ്മിൽ നടന്ന സമാധാനത്തിലെ യുദ്ധമാണ് ശീതസമരം. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ രചിച്ച നോവലാണ് മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ രചിച്ച നോവലാണ് മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. നെക്സ്റ്റ്, ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റാണ് ഹാരി എസ് ട്രൂമാൻ. നെക്സ്റ്റ്, ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റാണ് ഹാരി എസ് ട്രൂമാൻ. ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റാണ് ഹാരി എസ് ട്രൂമാൻ. അപ്പം നമ്മൾ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധമാണ്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939-ലും അവസാനിച്ചത് 1945-ലുമാണ്. നാസി പാർട്ടിയുടെ ആവിർഭാവവും വെഴ്സൈൽസ് സന്ധിയുമാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവർ ഒരു വശത്തും സഖ്യശക്തികളായ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക എന്നിവർ മറുഭാഗത്തുമായാണ് യുദ്ധം ആരംഭിച്ചത്. ഹിറ്റ്ലറുടെ പോളണ്ട് ആക്രമണമാണ് യുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണം. സഖ്യശക്തികൾക്ക് വിജയം ലഭിച്ച ഈ യുദ്ധം അവസാനിച്ചത് ഓഗസ്റ്റ് 14, 1945